ഹലോ, ഏകദേശം ഒരു 1 മന്തിൻ്റെ അടുത്തായില്ലേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കൂടുതൽ ഓർഡേഴ്സ് കിട്ടാമെന്നാട്ടോ. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോവാം. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അതിൽ നമുക്ക് എത്രയ്ക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ആ ഒരു എഫേർട്ട് ഇടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം ഉണ്ടാവുക. അപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസ് യുവർ പ്രൊഫൈൽ. അതായത് ഫസ്റ്റ് തന്നെ നമ്മളൊരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങളൊരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ബയോ കൊടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ്, കോൾ ടു ആക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ബയോയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കാം. കോൾ ടു ആക്ഷൻസ് എന്ന് പറയുമ്പം നമ്മളിപ്പം ഓർഡർ ഹിയർ, ഷോപ്പ് നൗ, DM ഫോർ മോർ ഡീറ്റെയിൽസ്, DM ടു ഓർഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ബയോയിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ എന്തായാലും മസ്റ്റായിട്ടൊരു പ്രൊഫൈൽ പിക്ചർ വെച്ചിരിക്കണം. ആ ഒരു പ്രൊഫൈൽ പിക്ചറാണ് നിങ്ങളുടെ ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളിപ്പോൾ എന്തൊരു ബിസിനസ്സാണോ ചെയ്യുന്നത് വെച്ചാൽ ആ ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പിക്ചറാണ് കേട്ടോ വെക്കേണ്ടത്. നിങ്ങളുടെ ബ്രാൻഡായിട്ട് എന്തായാലും അത് റിലേറ്റഡ് ആയിരിക്കണം. അത് നിങ്ങളിപ്പോൾ ക്രാഫ്റ്റ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ കുറേ പേര് യൂട്യൂബിൽ ലോഗോ ക്രിയേഷൻ എന്നും പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ റെഫർ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ എന്തായാലും ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് ബിസിനസ് പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം കേട്ടോ, അതാണ് കണ്ടൻറ് സ്ട്രാറ്റജി. അതായത് നിങ്ങൾ ഇപ്പം പോസ്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിടുന്ന പിക്ചേഴ്സിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു വിശ്വാസം വേണം. ഇവരും ചെയ്യുന്നത് നല്ല പ്രൊഡക്ട്സ് ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. അതുകൊണ്ട് നിങ്ങൾ ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പം ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്നോ ലൈറ്റ് ഉള്ള ഭാഗത്തു നിന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പം നമ്മളിപ്പം ഐഫോൺ യൂസ് ചെയ്തിട്ട് പിക്ചേഴ്സ് എടുക്കണം അങ്ങനെയൊന്നല്ല പറയുന്നത്. നിങ്ങൾ ആംഗിൾസൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ലൈറ്റപ്പൊക്കെ കിട്ടുന്ന ഒരു ടൈമിൽ, അതായത് മോർണിംഗ് ടൈമിൽ കേട്ടോ, നൈറ്റ് ടൈമിലേക്ക് പോകരുത്. നൈറ്റ് ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസിന് തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ നിങ്ങൾ ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്തിട്ട് മാക്സിമം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഇതിൽ തന്നെ വേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. നമ്മുടെ പോസ്റ്റും റീൽസൊക്കെ കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവരെ നമ്മൾ എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു പോസ്റ്റിംഗ് ഷെഡ്യൂൾ കീപ്പ് ചെയ്തിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഡെയിലി ഓർഡേഴ്സ് കിട്ടും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കിട്ടിയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം കസ്റ്റമറായിട്ടുള്ളൊരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് അതിൽ കൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങളുടെ വർക്ക് സ്പേസ്, അതുപോലെ മെറ്റീരിയൽ പർച്ചേസിങ്, ക്രാഫ്റ്റിംഗ് പ്രോസസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമറായിട്ട് ഒരു നല്ല കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം കേട്ടോ, എൻഗേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. അതിൽ 4 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ഹാഷ്ടാഗ്സ്. നമ്മുടെ പോസ്റ്റ് ആണെങ്കിലും റീലാണെങ്കിലും അതിൽ ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചില ഹാഷ്ടാഗ്സ് ഒക്കെ നല്ല റീച്ച് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹാഷ്ടാഗ്സ് ആയിരിക്കും കേട്ടോ. ഇതിപ്പം ഈ ഒരു ഇയറിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്ത ടൈമിലൊക്കെ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ ഹാഷ്ടാഗ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹാഷ്ടാഗ്സ് നിങ്ങളെ വ്യൂസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻസ് പറയുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ സ്മോൾ ക്രാഫ്റ്റ് ബിസിനസ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ടാവില്ലേ, അവരായിട്ടോ കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ പൊതുവെ എല്ലാവരും പെയ്ഡ് കൊളാബറേഷൻസ് ആണ് ചെയ്യുന്നത്. അതായത് പൈസ കൊടുത്തിട്ട് കൊളാബറേഷൻ ചെയ്യുന്നത്. ചിലവർ മാത്രം ഇങ്ങനെ ബാർട്ടർ കൊളാബ്സ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ പ്രോഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഫ്രീ കൊളാബറേഷൻ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് പെയ്ഡും ബാർട്ടർ കൊളാബ്സും ആണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻഗേജ് വിത്ത് ഫോളോവേഴ്സ്. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളിടുന്ന പോസ്റ്റ് റീല് അതിൽ കുറേ കമൻസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ഫോളോവേഴ്സിനെ നിങ്ങൾ എൻഗേജ് ചെയ്ത് സൂക്ഷിക്കുക. അതായത് അവർക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തും അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചും ഫീഡ്ബാക്ക്സ് ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ എൻഗേജ് ചെയ്ത് വേണ്ടി നിർത്തുക കേട്ടോ. ഇനി ലാസ്റ്റത്തെ കാര്യം കേട്ടോ, ഗിവ് അവേ ആൻഡ് കോൺടെസ്റ്റസ്. അതായത്
നിങ്ങളിപ്പം വല്ല ഗിവ് അവേയോ കോണ്ടസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് കുറേ ഫോളോവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അവർക്ക് കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് അവർ ചെയ്യുമായിരിക്കും, ഫോളോ ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഗിവ് അവേയും കോണ്ടസ്റ്റൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ടിപ്പ് നമ്പർ 4 ആണ് കേട്ടോ, എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ആൻഡ് പ്രൊമോഷൻസ്. നിങ്ങളുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഡിസ്കൗണ്ട് പ്രൊമോഷൻസൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇടുമ്പം തന്നെ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കിട്ടും. സോ നിങ്ങൾ ഓഫേഴ്സൊക്കെ ഇട്ട് ട്രൈ ചെയ്യാം. ഈ ഓഫേഴ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം റേറ്റ് കുറവ് കാണുമ്പം അവിടെ ചാടി വീഴുന്ന മലയാളീസും ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിലൊക്കെ. നിങ്ങൾ ഓഫർ ഇടുമ്പം ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് ഇടാൻ വേണ്ടിയിട്ടും നോക്കണം കേട്ടോ. അതായത് വൺ ഡേ ഓഫ്, 2 ഡേ ഓഫ്, അങ്ങനെ ഓഫേഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനെ ലിമിറ്റഡ് ടൈമിലുള്ള ഓഫേഴ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി ലാസ്റ്റത്തെ കാര്യം കേട്ടോ, അതാണ് കസ്റ്റമർ സർവീസ്. നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ്, കമൻറ്റ്സ് ഇതിനൊക്കെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല കസ്റ്റമർ സർവീസും നല്ല ബെസ്റ്റായിട്ടുള്ള ട്രസ്റ്റും ലോയാലിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഇവർ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിക്കാണ്, പെട്ടെന്ന് റിപ്ലൈസൊക്കെ തരുന്നുണ്ട്, അങ്ങനെ വിചാരിച്ചിട്ട് കുറേ പേര് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തിരക്കിലോ ബിസിയിലോ കാര്യങ്ങളോ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ നിങ്ങളത് കസ്റ്റമറായിട്ട് പറയാം. എന്നിട്ട് ഇങ്ങനെ ഈ ടൈമിൽ വരും, അപ്പം റിപ്ലൈ തരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അതിപ്പോൾ നിങ്ങൾ ക്ലാസ്സിനൊക്കെ പോയിട്ട് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം, ക്ലാസ്സിലാണ്, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇനിയിപ്പം ചെറിയ പിള്ളേർ സ്കൂൾസിലൊക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ അവരിങ്ങനെ ടൈം കൊടുക്കുക. അതായത് നമുക്ക് വാട്സപ്പ് ബിസിനസ്സിൽ ഇങ്ങനെ ക്ലോസിങ് ടൈം, ഓപ്പണിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൈംസ് ഉണ്ട്. സോ ആ ടൈം കൊടുക്കുക, ആ ടൈമിൽ നിങ്ങൾ റിപ്ലൈ ചെയ്യുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സൺഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ ഫുൾ ടൈം നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതിൽ തന്നെ വരുന്നൊരു കാര്യമാണ് ക്രിയേറ്റ് എ FAQ സെക്ഷൻ. അതായത് നിങ്ങൾക്കിപ്പം കോമൺ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലോ വെബ്സൈറ്റിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിടാം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നമ്മൾ സ്റ്റോറീസിലൂടെ ഇട്ടിട്ട് നമുക്ക് ഹൈലൈറ്റ്സിലൊക്കെ ആക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. വെബ്സൈറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ബയോയിലോ രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻക്വയറീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അവർ എൻക്വയറി ചെയ്യുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇങ്ങനെ ഹൈലൈറ്റ്സ് ഉണ്ട്, ചെക്ക് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 ടിപ്സിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയും കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്തായാലും അറിയിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.